പോലീസ് മർദ്ദനത്തിനെതിരെ KSU നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ വടിയും കല്ലും ചീമുട്ടയും എറിഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷമായിരുന്നു മാർച്ചിന്റെ ഉദ്ഘാടനം. പോലീസ് മർദ്ദനങ്ങളിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ പുറത്താക്കും വരെ സമരം തുടരുമെന്ന് K മുരളീധരൻ വ്യക്തമാക്കി. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 കാലിൽ നടന്നു പോകുന്നവര് തിരിച്ചു വരുന്നത് മൂക്കിൽ പഞ്ഞിയും വെച്ചിട്ടാണ്. ആ അവസ്ഥയിലേക്ക് പോലീസ് മർദ്ദനവും പോലീസിന്റെ സ്റ്റേഷൻ മർദ്ദനവും കാരണം ഒരുപാട് നിരപരാധികൾ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 9.5 വർഷത്തിനുള്ളിൽ. ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസിന്റെ തുടർച്ചയായ ജലപീരങ്കി പ്രയോഗം. മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിന് പിന്നാലെ സമരം തെരുവിലേക്ക് വ്യാപിപ്പിച്ച് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കെത്തി. അപ്രതീക്ഷിത നീക്കത്തിൽ പ്രതിരോധം ആദ്യഘട്ടത്തിൽ വൈകിയെങ്കിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സുരക്ഷ ഉറപ്പാക്കി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്തു നീക്കി. വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരായ സമരം ശക്തമാക്കാനാണ് KSU അടക്കമുള്ള പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.